ഇന്നൊരു ഫേസ് മാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റിയാണ് എൻ്റെ ചാനൽ. ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ഫേസ് മാസ്ക്, അതായത് ഫേസ് കെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത് വന്നിട്ട് എനിക്ക് അടിപൊളി റിസൾട്ട് തന്നൊരു സംഭവമാണ്. ഞാൻ ഈ ഫംഗ്ഷൻസും കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് മെയിൻലി. കാരണം അത് പെട്ടെന്ന് നമുക്കൊരു എഫക്റ്റ് വരും ഫേസിന് വേണ്ടിയിട്ട്. ഇപ്പം തന്നെ ഞാൻ വെളിയിൽ പോയിട്ട് വന്നിട്ട് ഇരിക്കുന്ന ഒരു കോലാണ്. ഞാൻ ഫേസിലൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അതേപോലത്തെ ഐഡിയറൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഒന്നും മാറ്റിയിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഫേസിൽ തന്നെ നമുക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാനായിട്ട് അതിന് വേണ്ട സാധനങ്ങൾ ഇതാ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിതാ ഇതിന് വേണ്ടത് നമ്മൾ ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമുക്ക് കുറച്ച് റൈസ് ഇടുക, അതായത് നമ്മുടെ ചോറ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചോറിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു വെള്ളമുണ്ട്, നമ്മുടെ കഞ്ഞിവെള്ളം കൂടെ യൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്നെങ്കിൽ നമ്മൾ പയച്ച് നമുക്ക് ആ ഒരു ലിക്വിഡ് ഫോമിലോട്ട് എടുക്കുക. അതിന് ആ സംഭവമാണ് നമ്മൾ ഒരു പൾപ്പാണ് നമ്മൾ ഫേസിലിട്ട് ഇടേണ്ടത്. അപ്പോൾ ഇത് അടിപൊളി റിസൾട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത് അടിപൊളിയാട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ മാലയെല്ലാം ഞാൻ ഊരി വെച്ചിട്ടാണ്, മാലയും കമ്മലെല്ലാം ഊരി വെച്ചിട്ടാണ്. എനിക്ക് നെക്കിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്മലിലെല്ലാത്തിലാവുന്നത് കൊണ്ടൊക്കെ ഞാനത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡിയാണ്. നമുക്കൊന്ന് എന്തായാലും നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഫേസ് അപ്ലൈ ചെയ്യാനുള്ള സംഭവം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ചെറുതായിട്ട് കുറച്ച് വീതം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ കണ്ണടിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ക്യാമറ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിൽ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല. അവിടെ ഞാൻ എക്സ്ട്രാ ഒരു കണ്ണടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു സ്ഥലത്ത് പോലും ഒഴിവാക്കാതെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്കൊരു 10-20 മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് അബ്സോർബ് ആവാനായിട്ട്. ഒരു 10-20 മിനിറ്റ് ഇത് നമ്മുടെ ഫേസിൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഗൈസ്, ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട് സംഭവം നമ്മൾ അപ്ലൈ ചെയ്ത. ഒരു 10-20 മിനിറ്റ് ആയി. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ഔട്ട് ചെയ്യാം. വാഷ് ഔട്ട് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് യൂസ് ചെയ്ത് നമുക്കിതൊന്ന് ക്ലീൻ അപ്പ് ചെയ്യാം. പ്ലസ് സ്പോഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് സ്കിന്നിൻ്റെ ഒരു വ്യത്യാസം. എനിക്കിവിടെ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ അപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്കുള്ളത് നമ്മുടെ നെക്കും കൂടിയാണ്. അപ്പം അതും കൂടെ നമുക്ക് ചെയ്യാം. എനിക്ക് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഗ്ലോ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ ഞാൻ ഫുള്ള് ക്ലീൻ അപ്പ് ചെയ്തിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ആ ഗ്ലോ വരുന്നത്. അപ്പം ഇത് വന്നിട്ട് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഗ്ലോ മീൻസ് പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റിൽ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാനുള്ള ഒരു സംഭവമാണ്. പെട്ടെന്ന് നമുക്കൊരു ആ ഫേസിലൊരു ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സംഭവമാണ്. പൊതുവേ ഈ നമ്മുടെ റൈസ് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് പൊതുവേ നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 100% ഷുവറാണ് നിങ്ങൾക്ക് ഇത് സൂപ്പർബായിട്ടുള്ള ഒരു റിസൾട്ടാക്കി തരുന്നത്. അപ്പം നമുക്ക് കൂടുതലും എനിക്ക് ഫേസിനേക്കാളും നെക്കിലാണ് സൂപ്പറായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ കരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിനേക്കാളും എനിക്ക് നെക്കിലാണ് കൂടുതലായിട്ട് എനിക്ക് ബ്രൈറ്റ്നസ് കൂടുതലായിട്ട് തോന്നിയത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.